വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പൂജ ഇഷാര വ്ളോഗ്സ്. നമ്മളുടെ ശിശുദിനമൊക്കെ വരുന്നേ, നമുക്കിത് നെഹ്റുവിൻ്റെ തൊപ്പുണ്ടാക്കിയാലോ? നിങ്ങൾക്ക് ഞാൻ ടാസ്ക് തരട്ടെ. ഞാൻ എന്താണെന്നല്ലേ, ശിശുദിനം ആരുടെ ജന്മദിനമായ ആചരിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ആദ്യമായി ആരാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ചാനൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കരുത്. കൂടെ ഈ ടാസ്കിൻ്റെ ആൻസറും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അതിന് ഞാൻ A4 ഷീറ്റും ഒരു സ്കെയിലും ഒരു പെൻസിലും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ വേണം മടക്കാൻ. ആരും ഇങ്ങനെ മടക്കരുത്, ഇങ്ങനെ തന്നെ വേണം മടക്കാൻ. ക്യാമറയിൽ കുറച്ച് സ്പേസ് കുറവായ കാരണം നമ്മൾ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം നമ്മളിങ്ങനെ മടക്കുക. അതിനുശേഷം നമ്മൾ സ്കെയിലും പെൻസിലും എടുത്തിട്ട് ഇവിടെ 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. 4 സെൻറ്റിമീറ്റർ തന്നെ വേണം കേട്ടോ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും. എല്ലാവരും തയ്യാറെടുപ്പിൽ തന്നെ ആയിരിക്കുമല്ലേ ശിശുദിനത്തിനായി? സ്കൂളുകളിൽ നിങ്ങൾ കൊണ്ടുപോകാം സ്കൂളിലേക്ക് ഈ നെഹ്റുവിൻ്റെ തൊപ്പി. നിങ്ങളൊന്ന് നെഹ്റു ആവ്. അങ്ങനെ നമ്മൾ കറക്റ്റായി തന്നെ നമ്മൾ മടക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ A4 ഷീറ്റ് മടക്കിയ സൈഡ് ഇങ്ങനെ മടക്കണം. അതിനുശേഷം അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ. ഒരു വീടായി മാറിയിട്ടുണ്ടല്ലേ ഇതെല്ലാം. ഇത് ഭയങ്കര സിമ്പിളല്ലേ അല്ലേ? അതിനുശേഷം എന്താ, ഈ സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ ആയിട്ടുണ്ടാവും. അത് നമ്മൾ ഇങ്ങനെയാണ് മടക്കി കൊടുക്കുക. അതിനുശേഷം 2 സൈഡും അങ്ങനെ ചെയ്തെടുക്കുക. വലിയ പാടൊന്നുമില്ല ഇതുണ്ടാക്കാൻ. അതിനുശേഷം എന്താ, ഇത് ഇങ്ങോട്ടങ്ങനെ മടക്കാം. നമ്മൾ വിചാരിച്ച പോലെ തന്നെ മടക്കി പോകുന്നുണ്ട്. എവിടെയും തെറ്റാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ഈ സ്കെയിലിൻ്റെ പെൻസിൽ വേഗം ആ അളവെടുക്കലിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നൊക്കെ നമ്മൾ ഈ പേപ്പറിൻ്റെയും നമ്മുടെ കയ്യിൻ്റെ കളികളാണ്. ഇതൊക്കെ തന്നെ കറക്റ്റായി മടക്കിയാൽ മാത്രമായിട്ട് നമ്മളുടെ തൊപ്പി നല്ല വൃത്തിയിൽ കിട്ടത്തുള്ളൂ. ഞാൻ കുറച്ച് പാടുപെട്ടു ഈ ഒരു സൈഡ് മടക്കാനായിട്ട്. എന്നിട്ടിങ്ങനെ വെച്ചിട്ട് ഒന്ന് നമ്മൾ കൈവിരലിൽ കൊണ്ട് അമർത്തി കൊടുക്കും. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും മടക്കി കൊടുക്കണം. അപ്പോൾ അത് മടക്കി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഒരു 2 സെൻറ്റിമീറ്റർ വേണ്ട, 1 സെൻറ്റിമീറ്റർ മതിയില്ലേ? 1 സെൻറ്റിമീറ്റർ അളവിൽ അവിടെ ഇപ്പുറത്തെ സൈഡിലും ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ സൈഡിൽ പോലെ തന്നെ മടക്കുക. അളവെടുത്ത സൈഡ് പോലെ. അത് നമുക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡൊന്നും ആക്കി കൊടുക്കുക. ഇപ്പുറത്തെ സൈഡ് ഞാൻ അതിൻ്റെ അളവെടുത്തില്ല, കാരണം 1 സെൻറ്റിമീറ്റർ പറഞ്ഞ സമയത്ത് തുണ്ടൊന്ന് മടക്കാൻ വെച്ചാൽ മതിയല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അളവെടുത്ത് വരയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതെടുത്തിട്ട് ഇവിടേക്കാണ് വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു സൈഡിൽ അവിടേക്ക്. വേണമെങ്കിൽ നിങ്ങൾക്ക് പക്ഷേ സ്റ്റാപ്ലറൊക്കെ ഉപയോഗിച്ചൊന്ന് സെറ്റാക്കി വയ്ക്കാവുന്നേ ഉള്ളേ. അതിനുശേഷം എന്താ, ഇതും അതിനുശേഷം ഞാൻ തുറക്കുക. പക്ഷേ എനിക്ക് കുറച്ച് മിസ്റ്റേക്ക് വന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയായിരുന്നു ഇത്. തുറക്കണ സമയത്ത് ഞാൻ തെറ്റുന്നത് സ്വാഭാവികമാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് അങ്ങോട്ട് യോജിപ്പിക്കുക. ഈ 1 സെൻറ്റിമീറ്റർ എടുത്തത് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു അളവിന് മുകളിൽ പോയിട്ടുണ്ടാവും. അത് വെച്ച് നമുക്ക് ഇങ്ങനെ വെച്ച് അളവെടുത്താലും മതി കേട്ടോ. കറക്റ്റ് അളവ് തന്നെ ആയിരിക്കും കേട്ടോ അത്. അല്ലെങ്കിൽ എന്താ, നമ്മൾ ആക്കിയെടുക്കണം. കണ്ടോ, ഇങ്ങനെ ഈ ഒരു നടുവേ ഭാഗത്തെ നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. അത് ചെയ്താലും മതിയേ. അതിനുശേഷം 2 സൈഡും ആക്കിയെടുക്കുക. അങ്ങനെ ശേഷം നമ്മൾ ഇതിനുള്ളിലേക്ക് നമ്മൾ മടക്കി വെച്ച പീസല്ല കേട്ടോ, ആ ഒരു അളവ്
ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ആ ഒരു ഭാഗം നല്ല രീതിയിൽ പ്ലസ് ചെയ്തെടുക്കുക. അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്യാം. ഒരു സൈഡ് തയ്യാറായിട്ടുണ്ടല്ലേ നമ്മളുടെ നെഹ്റു തൊപ്പിയുടെ. അതിനുശേഷം ഈ സൈഡും രണ്ട് സൈഡും തയ്യാറായിട്ടുണ്ട്. എന്നാലും എവിടെയോ എന്തൊക്കെയോ കുറവുകളുണ്ടല്ലേ. ഇങ്ങനെ വയ്ക്കാൻ പറ്റും നമുക്ക്? ഇല്ല. അതന്നെ നമുക്കൊന്ന് വിടർത്തി കൊടുക്കണം. കണ്ടോ? എന്നാലും ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പശ ചൊട്ടിക്കാമെന്നുള്ളൂ കേട്ടോ, വേണമെങ്കിൽ മാത്രം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. എനിക്ക് കുറച്ച് പാട് തന്നെയായിരുന്നു കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കും. ഇങ്ങനെ നടന്ന് തൊപ്പിയെ നമ്മൾ ഇങ്ങനെ ഒന്നാക്കിയെടുക്കുക. അതിനുശേഷം ഇതാ നമ്മളാക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് മ്യൂട്ടായി പോയതാട്ടോ. ഇതാ നമ്മളെ നെഹ്റു തൊപ്പി തയ്യാറായി. ഇതുപോലെ തന്നെ ഞാൻ 2 തൊപ്പി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും ഭയങ്കര സിമ്പിൾ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടാക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഉത്തരം തെറ്റാതെ ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ബൈ ബൈ.